അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും ഒരു സ്റ്റോറി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അങ്ങനെ അനാമിക അനിയനെ അന്വേഷിച്ച് നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നതിന് ശേഷം കോഫി എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ആൻറ്റി പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദോടെ നിൽക്കുമ്പം അനാമികയും അനിയും കൂടെ അവിടെ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി അങ്കിൾ ഞങ്ങളുടെ കല്യാണത്തിന് വരണം കേട്ടോ, ഡേറ്റൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ബന്ധുവീട്ടുകാരാണല്ലോ, ഉറപ്പായിട്ട് മാറണമെന്ന് പറയുമ്പം അവർ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ നന്ദുവിന് അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പം അനി ചോദിക്കുകയാണ്, നന്ദു വാ, നീയും വാ, നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല അനി എനിക്ക് നല്ല തലവേദനയുണ്ട്, എനിക്ക് വരാൻ വയ്യെന്ന് പറയുമ്പോൾ ഇല്ല നന്ദു നീ വാ, വരുമ്പോൾ ആ സ്ട്രെസ്സൊക്കെ അങ്ങ് മാറും, കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന നിനക്ക് എന്താ പറ്റി, ഒരാഴ്ച നീ ശ്രദ്ധിക്കുക, നീ ആകെപ്പാടെ മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം തമിഴിലായിരിക്കുമ്പം എനിക്ക് നന്ദുവിനെ അങ്ങനെ ഒരു ഫീലിങ്സിൽ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ മലയാളത്തിൽ അനാമികയെക്കാട്ടിലും ഇഷ്ടം നന്ദുവിനെയാണ്. അനാമികനെ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അനാമിക സമ്മതിക്കാതെ പിറകെ വരുന്നതാണ്. പക്ഷെ തമിഴിൽ അങ്ങനെയല്ല, എനിക്ക് അനാമികനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നന്ദു പറയണേ, ഇല്ല അനി എനിക്ക് വരാൻ സാധിക്കില്ല, ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എങ്കിൽ വാ അനി നമുക്ക് പോകാം, ബ്രോയ്ക്ക് വയ്യെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നീ വാന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ആൻറ്റി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയിട്ട് കഥ അടച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, ആ പയ്യന്റെ മനസ്സിൽ ഒന്നുമില്ലെന്ന് തോന്നുന്നത്, അവന്റെ മനസ്സിൽ ഇഷ്ടമുള്ളതായിട്ടും തോന്നുന്നില്ല, അവനെ ഇവളെ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു തോന്നുന്നു. എന്തായാലും ആ പെണ്ണുമായിട്ടുള്ള അവന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ, അത് സമാധാനമായെന്ന് പറയുമ്പം ഗോവിന്ദനും പറയണം, അതെ അത് എനിക്ക് മനസ്സിലാകുന്ന ആശ്വാസം, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേനെ, നമ്മുടെ മൂന്നാമത്തെ മകളും കൂടി അവൻ വശീകരിക്കാനാണെന്ന് എല്ലാവരും പറയില്ലായിരുന്നോ, ഈശ്വര എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോയത് നന്നായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, പക്ഷേ അവളുടെ മനസ്സിലെ വിഷമം മാറ്റാൻ ആരെ കൊണ്ട് സാധിക്കും, ഇത്രയും നാളെ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നവളാ ഇന്നേ വരെ, അതൊക്കെ ഇങ്ങനെ ഇപ്പം എന്നോടും പ്രണയം തോന്നിയിട്ടില്ല, ആദ്യമായിട്ട് അനിയോട് പ്രണയം തോന്നിയത്, അതിപ്പോൾ ഇങ്ങനെയുമായി. അവളുടെ മനസ്സിന് ആ ഒരു സങ്കടം ഇനി എന്തൊക്കെ ചെയ്താലും മാറില്ല, ആ ഒരു വിഷമം ജീവിതകാലം മുഴുവനും അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നൊക്കെ കനകം പറയുമ്പം ഗോവിന്ദൻ പറയാണ്, അതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ, ഒരു കുടുംബത്തിന് വേണ്ടി അതൊക്കെ അവള് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു ദിവസം കനക ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് ഗോവിന്ദനും വീട്ടിലില്ലായിരിക്കും. അങ്ങനെ കതക തുറന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ട് കനകം പോയിട്ട് കതക തുറക്കുന്നു കേട്ടോ. കതക തുറക്കുമ്പം കനകം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് കനകം അങ്ങ് ഞെട്ടി നിൽക്കാൻ ആകെപ്പാടെ. അനിയും നന്ദുവും കൂടെ കൂടിയിട്ട് വിവാഹമൊക്കെ കഴിച്ച് താലിമാലയും ബൊക്കയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വാതൊക്കെ നിൽക്കുകയാണ്. ഈശ്വരൻ ഇങ്ങനെ എന്തായി കാണുന്നത്, എന്താ നിങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ്, എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം, നന്ദു പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്, ഇവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ മറ്റു പെണ്ണെ വിവാഹം കഴിക്കും, ഇവളെ കണ്ടന്ന് മുതലേ എനിക്ക് ഇവളുടെ നല്ലൊരു അടുപ്പമാണ് ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്കോടുള്ളത് യഥാർത്ഥ പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അനാമിക ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതിന് ശേഷമാണ്. എൻ്റെ ബ്രോയ്ക്കും അങ്ങനെ തന്നെയാണ്, എൻ്റെ നന്ദുവിനും അവൾ വന്നതിന് ശേഷമാണ് എന്നോടുള്ള പ്രണയം മനസ്സിലായത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല കുടുംബത്തെ ഓർത്ത്. പക്ഷെ അവസാന നിമിഷത്തിൽ പോലും ഇവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് അവൾ വിവാഹം കഴിച്ചത്, ഞങ്ങളോട് ക്ഷമിക്കണം ആൻറ്റി എന്ന് പറയാണ്. പെട്ടെന്നാണ് നമ്മുടെ കനകം സ്വപ്നത്തിൽ ഞെട്ടി ഉണരുന്നത്. നോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എണീക്കാണ്. ഈശ്വര ഇതൊക്കെ സ്വപ്നമായിരുന്നോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേക്കാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ കനകം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദേട്ട ഞാനൊരു സ്വപ്നം കണ്ടു, ഒരിക്കലും പാടില്ലാത്തൊരു സ്വപ്നം, നടക്കാൻ പാടില്ലാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, വേറൊന്നുമല്ല, നമ്മളുടെ നന്ദു ആണെങ്കിൽ അനിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്വപ്നം കണ്ടത്, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുകയാണെന്ന് പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയുന്നു, നമ്മുടെ മകൾ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ, അവൾ ആ വാക്ക് പാലിക്കും, നവിയെ പോലെ ഒന്നുമല്ല നമ്മുടെ നയനെ നന്ദു, അവൾ നമ്മുടെ വിഷമം മനസ്സിലാക്കുന്നവരാ, അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കേണ്ട, നന്ദു ഒരിക്കലും അറിഞ്ഞുകൊടുത്തിട്ടും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. നീ സമാധാനം കിടക്കുന്നു പറഞ്ഞിട്ട് ഗോവിന്ദൻ ആശ്വസിപ്പിച്ച് കനകനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും നന്ദു, അനി, അനാമിക ഇതിൽ ആരുടെ വിവാഹം നടക്കാൻ പോകുന്നുള്ളത് നമുക്ക് പതിയെ ചർച്ച ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള സ്റ്റോറീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.